ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ നമുക്ക് പലർക്കും അറിയാവുന്നതും അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നല്ല അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് തോരനാണ് നമ്മൾ ചെയ്തത്. ഇതുകൊണ്ട് മെഴുക്കുവരട്ടിയും അതുപോലെ കറിയൊക്കെ നമ്മൾ മിക്കപ്പോഴും ചെയ്തിട്ടുണ്ട്. പക്ഷേ തോരൻ അങ്ങനെ അധികം ആൾക്കാർ ചെയ്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ തോരനെ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഞാനിത് റെഡിയാക്കാൻ കാര്യം, സ്കൂൾ പിള്ളേർക്ക് ലഞ്ച് ബോക്സിൻ്റെ അകത്ത് അല്ലേ എന്തെങ്കിലും ചോറിൻ്റെ ഒക്കെ കൂടെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം രീതിയിലുള്ള ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ചെത്തി ഒന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് തോരന് വേണ്ടിയല്ലേ, അപ്പോൾ അതെങ്ങനെ അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തീരെ കനം കുറച്ച് അരിയല്ലേ, ഒരു മീഡിയം രീതിയിലൊക്കെ അരിഞ്ഞെടുക്കാവുള്ളൂ. ഇതേ രീതി തീരെ പൊടിയാകല്ലേ കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ രീതിക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ച ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെക്കണം. എന്നൊക്കെ അറിയാമല്ലോ, ഇത് കറുത്ത് പോകും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിടുക എന്നുള്ളതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങോട്ടിടാം. ഒരു സവാള അതുകൂടെ ഒന്ന് കൊത്തി കഴിഞ്ഞെടുക്കുക. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിൻ്റെ പാകത്തിന് പച്ചമുളക് എടുക്കുക. ഞാനൊരു 3 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഈ വെളുത്തുള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് തോരനാകുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ച് തേങ്ങാപ്പീര വേണം. ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി അതിട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു 2 തണ്ട് കറിവേപ്പില അതുകൂടെ ഒന്ന് പിച്ചി കീറി ഇത് ഇനി ഒന്ന് ഞെരടിയെടുക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടിയെടുക്കണം. ഞെരടിയെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഞെരടി വെക്കുക. അതൊന്ന് ഞെരടി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം നല്ലപോലെ ഊറ്റിക്കളയട്ടെ കേട്ടോ. ഒന്ന് കഴുകിയൊക്കെ എടുത്ത് നല്ലപോലെ വെള്ളം ഊറ്റിക്കളയുക. അപ്പം നല്ലപോലെ ഒന്ന് കഴുകി ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുകയാണ്. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ചീനച്ചട്ടിയോ കടായിയോ പാനോ നമുക്കിഷ്ടമുള്ളൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. ചൂടായതിനു ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് ഒന്ന് മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി, ഒരുപാട് സമയം കിടക്കേണ്ട കാര്യം. അപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് 1-2 ഒക്കെ എടുത്താൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് അല്പം ഉപ്പുപൊടിയോട് തന്നെ കൂട്ടത്തിൽ ചേർക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒന്നിവിടെ നിന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് അടച്ചു വെക്കാം. തീ ഒത്തിരി കൂട്ടി കൊടുക്കല്ലേ, കാര്യം ഉരുളക്കിഴങ്ങല്ലേ ഒരുപാട് വെന്ത് പോവും. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ നിന്നിരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ശകലം പോലും ചേർക്കല്ലേ. തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി, കാരണം ഇത് തോരനല്ലേ, അപ്പോൾ ചെറുതായിട്ട് അരിയുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തോളൂ. ഇനി നമുക്ക് ഈ ഞെരടി വെച്ചിരിക്കുന്ന ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ ഇളക്കി ഇതിനകത്ത് ഇനി നമുക്ക് ഉപ്പിൻ്റെ വില കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനാവശ്യത്തിനുള്ള അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയുന്നത്. ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ്. ഈ അരപ്പിൻ്റെ ആ പച്ചച്ചോവയൊക്കെ മാറണം. ഇനിയിപ്പം ഉരുളക്കിഴങ്ങ് വേകാനുണ്ടെങ്കിൽ തന്നെ ഇത് ഇരുന്ന് തന്നെ ഒന്ന് വേകട്ടെ, നല്ലപോലെ ആവി ഒന്ന് കയറട്ടെ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആവി കയറാൻ വെച്ചിരുന്നതാണ്. ഇപ്പം ആവിയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴന്നിട്ടുമില്ല. ഈ ഒരു രീതിക്ക് വേണം ആ തോരൻ റെഡിയാക്കിയെടുക്കാം. ഇനി അടുപ്പങ്ങ് നിർത്താം. നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരുപാട് ഐറ്റങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട് അല്ലേ? ഉരുളക്കിഴങ്ങ് തോരൻ അങ്ങനെ അധികം ആൾക്കാർ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. ഏതായാലും ഞാൻ അതുകൊണ്ടാണ് ഇന്ന് തോരനെടുത്ത്. പിന്നെ ലഞ്ച് ബോക്സിൻ്റെ അകത്തൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും അല്ലേ? തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. 1-2 കിഴങ്ങ് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാമല്ലോ.